വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി എന്നാണ്. നിങ്ങളുടെ മലയാളം ടീച്ചറാണ് കേട്ടോ. മലയാളത്തിലെ പാട്ടുകളും കഥകളൊക്കെ പറഞ്ഞു തരാൻ ഇടയ്ക്ക് വരാം. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നമുക്കൊരു മഴപ്പാട്ട് പാടാം. മഴപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കാരണം എന്താ, മഴ പെയ്യാണല്ലേ. അയ്യോ മഴ കുളിരിന് മഴ പെയ്യുമ്പോ ഇങ്ങനെ കുളിരൂല്ലേ, തണുക്കില്ലേ. നമ്മളൊരു മഴപ്പാട്ട് പാടി നോക്കിയാലോ. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോളെ. മഴയത്ത് നനയുന്നത് ആരാണ്? കുടയില്ലാത്ത കുട്ടികളാണ്. നിങ്ങൾക്ക് കുടയില്ലേ? എനിക്കും കുടയുണ്ട്. അപ്പൊ ഞാൻ നനയുന്നില്ല അല്ലെ. പക്ഷേ നമ്മുടെ കൂട്ടത്തില് കുടയില്ലാത്ത ചില കുട്ടികളുണ്ട് കേട്ടോ. കുടയില്ലാത്ത കുട്ടികൾ മഴ നനഞ്ഞു പോകുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് വാഴയിലയൊക്കെ തലയിൽ ചൂടി ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കുടയുണ്ട്. കുടയില്ലാത്ത കുട്ടികളാണ് മഴ നനയുന്നത് അല്ലേ. പിന്നെ അടുത്ത വരി നോക്കണേ. മഞ്ഞു മഞ്ഞു പെയ്യണ്, മണ്ണു മണ്ണു കുളിരണ, മഞ്ഞു മഞ്ഞത്ത് മഞ്ഞ് പെയ്താൽ എന്താവും? തണുക്കണ് അല്ലേ. തണുക്കും മഞ്ഞു കാലത്ത്. എങ്ങനെയുള്ള കുട്ടികൾക്കാ തണുക്കുക? മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. പുതപ്പില്ലാത്ത കുട്ടികൾക്കാണ് തണുക്കുക അല്ലെ. നമ്മുടെ വീട്ടില് പുതപ്പില്ലേ? നല്ല ബെഡൊക്കെ ഉണ്ട്, അടിപൊളി പുതപ്പുണ്ട്. നമുക്ക് അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം അല്ലെ മഴയത്ത്. പക്ഷേ മഴയത്ത് പുതപ്പില്ലാത്ത, കിടക്കാൻ ഇടമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പാട്ട് നല്ല രസമുണ്ട്. പക്ഷെ പാട്ടിലെ വരികളിലൂടെ പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്കുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളില്ലാത്ത എത്രയോ കുട്ടികളുണ്ട് അല്ലേ. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അവർക്ക് നല്ലത് വരാനും പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒന്നും കൂടെ പാടി നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞു മഞ്ഞു പെയ്യണ്, മണ്ണു മണ്ണു കുളിരണ, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. അപ്പോൾ ഇതുപോലുള്ള പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ടീച്ചർ വരാട്ടോ. ബൈ.